ജൂലൈ 29 തിങ്കളാഴ്ച. യോഹന്നാൻ 11:19 മുതൽ 27 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ മാർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായന ലാസറിൻ്റെ മരണത്തെക്കുറിച്ചും അത് അവൻ്റെ സഹോദരിമാരായ മാർത്തായിലും മേരിയിലും പിന്നെ യേശുവിലും ചെലുത്തിയ സ്വാധീനത്തെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. ലാസറും മാർത്തായും മറിയവും യേശുവിനൊരു രണ്ടാം കുടുംബം ആയിരുന്നു. യേശു അവരോടൊപ്പം സമയം ചിലവഴിച്ചു, അവരോടൊപ്പം ചിരിച്ച് സന്തോഷിച്ചു, അവരോടൊപ്പം വിശ്രമിച്ചു. അവൻ അവരെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അങ്ങനെ ലാസർ മരിച്ചപ്പോൾ മാർത്തായും മറിയവും യേശുവും ആകെ മാനസികമായി തളർന്നു. ലാസർ മരിക്കുമ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ മരണവാർത്ത ലഭിച്ചപ്പോൾ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. യേശുവിനെ കണ്ട ഉടനെ മാർത്ത അവൻ്റെ അടുക്കിലേക്ക് വന്നു. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. യേശുവിനെ കണ്ടപ്പോൾ മാർത്ത ഒരു ശാസനയോടെ പറഞ്ഞു, അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു എന്ന്. അവൾ തുടർന്ന് പറഞ്ഞു, ഇപ്പോഴും അങ്ങ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അങ്ങ് ആവശ്യപ്പെടുന്നത് ദൈവം തരുമെന്ന് എനിക്കറിയാം. സ്വാഭാവികമായും ലാസറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ യേശു ദൈവത്തോട് ആവശ്യപ്പെടുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് യേശു തൻ്റെ ദൈവത്വം പ്രഖ്യാപിക്കുന്നത്. ഞാൻ പുനരുദ്ധാനവും ജീവനും ആകുന്നു. പണ്ട് മോശയ്ക്ക് നൽകിയ ദിവ്യനാമമാണ് ഐ ആം, ഞാൻ ആകുന്നു. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് അവൻ വാഗ്ദാനം ചെയ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യേശുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുക എന്നാണ്. പലരും മരണത്തെ ഭയപ്പെടുന്നു. മരണത്തിന് ശേഷം എന്തു സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണത്. പലർക്കും മരണശേഷം തങ്ങൾ നരകത്തിൽ പോകുമോ എന്ന ആശങ്കയുമുണ്ട്. വേറെ ചിലർ മരിക്കാൻ ഭയപ്പെടുന്നത് അവരുടെ വേർപാടിലെ അവർ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളെക്കുറിച്ചുള്ള അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. വ്യക്തമായും മരണഭയം കാണിക്കുന്നത് വഴിയും സത്യവും ജീവനുമായ യേശുവിലുള്ള വിശ്വാസമില്ലായ്മയാണ്. യേശുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം മരണത്തിൽ നിന്നും അതിനെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക എന്നതാണ്. കാരണം യേശുവിൽ ജീവനുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം സന്തോഷവും മനസ്സമാധാനവും നിറഞ്ഞതായിരിക്കണം. കാരണം ശാരീരിക മരണവും കുടുംബവും ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പറയുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആരും ഒരിക്കലും മരിക്കുകയില്ല. മർത്തായോട് യേശു ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നുവോ? വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു ഉത്തരമാണ് മാർത്ത നൽകുന്നത്. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വിശ്വാസം എത്ര ആഴമായിട്ടുള്ളതാണ്? നമ്മൾ എപ്പോഴെങ്കിലും യേശുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു? നമ്മുടെ വിശ്വാസ ജീവിതം ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷ്യമായിരിക്കട്ടെ. വിശ്വാസ പ്രഖ്യാപനം ഒരു പൊള്ളയായ വാക്കുകൾ ആയി മാറരുത്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരട്ടെ. മർത്തായെപ്പോലെ നിത്യജീവൻ നൽകുന്ന ക്രിസ്തുവാണ് യേശു എന്ന് നമുക്ക് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.